കലണ്ടറിൽ ഒരു വർഷത്തിൻ്റെ താളുകൂടി മറയുന്നു. ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാനും ആസ്വദിക്കാനും ഓർമ്മിക്കാനും അവിസ്മരണീയമായ ഒരുപാട് നിമിഷങ്ങൾ നൽകിയ ഒരു വർഷമാണിത്. കവിത പോലെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റും മെലഡി പോലെയുള്ള ഏകദിന ക്രിക്കറ്റും DJ പാർട്ടി പോലുള്ള 2020യും ഒരുപോലെ ആരാധകർക്ക് ലഭിച്ചു. ഫുട്ബോളിലേതുപോലെ ക്രിക്കറ്റിലും ഇതൊരു അത്ഭുത വർഷം തന്നെയായിരുന്നു. ദക്ഷിണാഫ്രിക്കയും RCBയും വരെ കിരീടമധുരം നുണഞ്ഞ വർഷം. കൂടെ ആൺവീരകഥകൾ മാത്രം കേട്ടിരുന്ന ഈ മഹാരാജ്യത്ത് പെൺപുലികളും ഈ വർഷം ഒരു കസേര വലിച്ചിട്ടു. 2025 നമ്മളെല്ലാം ത്രസിപ്പിച്ച ക്രിക്കറ്റ് മൊമെന്റുകളുടെ ഒന്ന് കണ്ണോടിക്കാം. ഇന്ത്യ ഈ വർഷം ദുരന്തമായൊരു പര്യവസാനത്തിലൂടെയാണ് വർഷം തുടങ്ങുന്നത്. സിഡ്നിയിലെ അവസാന ടെസ്റ്റിലും പരാജയപ്പെട്ടതോടെ ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ഇന്ത്യ കൈവശം വെച്ച ബോർഡർ ഗവാസ്കർ ട്രോഫി നഷ്ടമായി. 3-1 ഇന്ത്യയുടെ തോൽവി. പിന്നാലെ കോഹ്ലിയുടെയും രോഹിതിൻ്റെയും ചോരക്കായുള്ള മുറവിളികൾ ആയിരുന്നു എങ്ങും. വിമർശനങ്ങൾക്കൊടുക്കം ഇരുവരും രഞ്ജി കളിക്കാനിറങ്ങുന്ന അസാധാരണ ദൃശ്യങ്ങളും ക്രിക്കറ്റ് ലോകം കണ്ടു. പിന്നാലെ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഏതാനും മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുക്കം വിരാട് കോഹ്ലിയും ആ കടുപ്പമേറിയ തീരുമാനമെടുത്തു. സിഡ്നിയിൽ അന്ന് കണ്ടത് ഇരുവരുടെയും അവസാന മത്സരമായിരുന്നുവെന്ന് ആരാധകർ അറിഞ്ഞതേയില്ല. അശ്വിൻ, ചേതേശ്വർ പൂജാര എന്നിവരും വിരമിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗാന്ത്യം തന്നെ സംഭവിച്ചു. നാട്ടിലേക്ക് വിരുന്നെത്തിയ ഇംഗ്ലണ്ടിനെ ഏകദിനത്തിലും 2020യിലും നിലം തൊടിക്കാതെ പറത്തിയാണ് ഇന്ത്യ വൈറ്റ് ബോളിൽ വർഷം തുടങ്ങിയത്. ഏകദിന പരമ്പര 3-0-നും 2020 പരമ്പര 4-1-നും വിജയിച്ചു. പിന്നാലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് അരങ്ങൊരുങ്ങി. 2017 ശേഷമുള്ള ആദ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി. പാക് മണ്ണിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ICC ട്രോഫി എന്നിങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നാലെ വിവാദങ്ങളും തുടങ്ങി. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം UAE മാറ്റിയത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചു എന്ന് പറയാം. പാക് മണ്ണിലേക്കില്ലെന്ന് ഇന്ത്യയും തീർത്തു പറഞ്ഞു. UAE ഒരേ ഗ്രൗണ്ടിൽ ഇന്ത്യ കളിക്കുന്നതും മറ്റു രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതും വിവാദങ്ങൾ ഒരുപാടുണ്ടാക്കി. ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് എന്നിവരെല്ലാം ഇത് അനീതിയാണെന്ന് പറഞ്ഞു. പക്ഷേ വിവാദങ്ങൾക്കപ്പുറത്ത് കളിക്കളത്തിൽ ഇന്ത്യയെ വെല്ലാൻ ആർക്കുമായില്ല. ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടത്തിൽ ചുംബിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ നിർണായക സമയത്ത് സെഞ്ചുറിയുമായി അവതരിച്ച് കോഹ്ലി പാക് മർദ്ദകൻ എന്ന പേര് അനർത്ഥമാക്കി. പക്ഷേ ആരാധകർ അതിലേറെ ആഘോഷമാക്കിയത് സെമിയിൽ ഓസീസിനെതിരെ നേടിയ 4 വിക്കറ്റിന്റെ ജയമാണ്. 84 റൺസുമായി വിരാട് അന്നും മുന്നിൽ നിന്ന് നയിച്ചു. പേസ് ബോളിംഗിൽ ഷമിയും കുൽദീപും അക്സറും അടക്കമുള്ള സ്പിന്നർമാരും മികച്ച പ്രകടനമാണ് നടത്തിയത്. രാഹുലും ശ്രേയസും അടക്കമുള്ള ബാറ്റർമാരും മോശമാക്കിയില്ല. ഒടുവിൽ കലാശപ്പോരിൽ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിന് തകർത്തി ഇന്ത്യ മറ്റൊരു ICC കിരീടം കൂടി ചൂടി. ഫൈനലിൽ 76 റൺസുമായി രോഹിത് ശർമ്മ വിമർശകരുടെ വായടിപ്പിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ടൊരു ICC ട്രോഫി വിജയിച്ചത് കോച്ച് ഗൗതം ഗംഭീറിനും തിളക്കമുണ്ടാക്കി. പിന്നാലെ IPL രാവുകൾക്ക് തുടക്കമായി. മെഗാലയത്തിൽ അടിമുടി മാറിയ ടീമുകളുമായാണ് ഓരോ ഫ്രാഞ്ചൈസികളും കളത്തിലിറങ്ങിയത്. ചെന്നൈ സൂപ്പർ കിങ്സ് അമ്പയെ പരാജയമായി മാറിയത് വലിയ പരിഹാസങ്ങളും ട്രോളുകളും ക്ഷണിച്ചു വരുത്തി. ഗെയ്ക്വാദിന് പരിക്കേറ്റതോടെ തല ധോണിയുടെ ക്യാപ്റ്റൻസിലേക്കുള്ള റീ എൻട്രിയും കണ്ടു. പക്ഷേ ചെന്നൈയുടെ വിധിയെ തടുക്കാൻ അയാൾക്കുമായില്ല. കയ്യിലിരുന്ന മത്സരങ്ങൾ തുലക്കലും നനഞ്ഞ ബാറ്റിംഗും ശീലമാക്കിയ രാജസ്ഥാൻ റോയൽസും ടൂർണമെന്റിൽ അമ്പയെ പരാജയമായി. ദ്രാവിഡിന്റെ ടീം സെലക്ഷനും സ്ട്രാറ്റജികളും ക്രൂശിക്കപ്പെട്ടു. സഞ്ജു സാംസൺ പരിക്ക് കാരണം പല മത്സരങ്ങളിലും പുറത്തിരുന്നപ്പോൾ റിയാൻ പരാഗായിരുന്നു ക്യാപ്റ്റൻ. അതിനിടയിൽ ടീം മാനേജ്മെന്റും സഞ്ജുവും തമ്മിലുള്ള സ്വാരസ്യങ്ങളും അങ്ങാടിപ്പാട്ടായി മാറി. പക്ഷേ രാജസ്ഥാനിൽ നിന്നും IPLിലേക്ക് ഒരു കൗമാരക്കാരൻ മാസ് എൻട്രി നടത്തി. വൈഭവ് സൂര്യവംശി. നേരിട്ട് ആദ്യ പന്തിനെ തന്നെ സിക്സർ അടിച്ചു തുടങ്ങിയ സൂര്യവംശി ആദ്യ സീസണിൽ തന്നെ സെഞ്ചുറി കുറിച്ച് ക്രിക്കറ്റ് ലോകത്തിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ലക്നൗ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല. ഡൽഹി നന്നായി തുടങ്ങിയെങ്കിലും ഒടുക്കം കുളമാക്കി. തോറ്റു തുടങ്ങിയ മുംബൈ തുടർ വിജയങ്ങളുമായി എതിരാളികളുടെ നെഞ്ചിൽ തീ കോരിടുന്നതും കണ്ടു. ഫോമില്ലാത്തതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ട രോഹിത് ശർമ്മ എന്ന ഒറ്റക്കൊമ്പൻ വീണ്ടും കാട് കയറി തുടങ്ങിയത് ആരാധകർക്ക് രോമാഞ്ചമുണ്ടാക്കി. പക്ഷേ ഈ സീസൺ മറ്റ് 2 ടീമുകളുടേതായിരുന്നു. എന്നും പരിഹസിക്കപ്പെട്ട 2 ടീമുകൾ, പഞ്ചാബ് ആൻഡ് ബംഗളൂരു. ഒരു പതിറ്റാണ്ടിലേറെ കാലത്തെ വരൾച്ചയ്ക്ക് ശേഷം പോണ്ടിങ്ങിന്റെയും ശ്രേയസിന്റെയും ചിറകിലേറി പഞ്ചാബ് ഫൈനൽ ഉറപ്പിച്ചു. ലീഗിൽ ഒന്നാമതായ പഞ്ചാബ് കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. പക്ഷേ അതിനു മുകളിൽ പറക്കാൻ ഇക്കുറി മറ്റൊരു ടീമുണ്ടായിരുന്നു. എന്നും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയവർ RCB. പക്ഷേ ഇത് അവരുടെ സീസണായിരുന്നു. വാങ്കഡയും ചെപ്പോക്കും ഈഡൻ ഗാർഡനും പൊളിച്ചു. എവേ മത്സരങ്ങളിൽ റെക്കോർഡിട്ടു. കോഹ്ലി ആദ്യ പന്ത് മുതൽ അടിച്ചു തുടങ്ങി. ഫിൽ സോൾട്ടും ടിം ഡേവിഡും കാമിയോകൾ നടത്തി. ജോഷ് ഹേസൽവുഡും കൃണാൽ പാണ്ഡ്യയും അടങ്ങാത്ത വീര്യത്തോടെ പന്തുകൾ എറിഞ്ഞു. രജത് പട്ടീദാർ ക്യാപ്റ്റന്റെ പണി വൃത്തിക്ക് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ അഹമ്മദാബാദിലെ ജനസാഗരത്തെ സാക്ഷിയാക്കി ഇഞ്ചോടിഞ്ചു പോരിനോടക്കം RCB കന്നി കിരീടമുയർത്തി. സന്തോഷത്താൽ കരഞ്ഞ വിരാടിന്റെ ചിത്രം കാവ്യനീതിയായി ആഘോഷിക്കപ്പെട്ടു. 18 വർഷത്തിന്റെ കയ്പുനീരിന് ശേഷം RCB ആരാധകർ റീലുകളും സോഷ്യൽ മീഡിയയും ഭരിച്ചു. അതിനിടയിൽ ആരാധകർ മറക്കാത്ത മറ്റൊന്നുകൂടി ഉണ്ടായി. പെഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും പിന്നാലെയുണ്ടായ യുദ്ധാന്തരീക്ഷം ഭീതിയുണ്ടാക്കി. ധരംശാലയിൽ വെച്ച് ഒരു മത്സരം പാതിയിലുപേക്ഷിച്ചു.
അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം IPL ഏതാനും ദിവസത്തേക്ക് നിർത്തിവെച്ചതും അപൂർവ സംഭവമായി മാറി. സ്റ്റേഡിയങ്ങളും മത്സരങ്ങളും പുനഃക്രമീകരിച്ചാണ് മത്സരം വീണ്ടും തുടങ്ങിയത്. വൈകാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനെ വിശുദ്ധ ഭൂമിയായ ലോർഡ്സ് വേദിയൊരുക്കി. ഓസ്ട്രേലിയക്ക് ഈസി വാക്ക് ഓവറാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ പോർട്ടിയാസ് ലീഡ് കൺസീഡ് ചെയ്യുകയും ചെയ്തതോടെ അപ്രതീക്ഷിതമായി ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു സൂചനകൾ. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിനെ 207 റൺസിന് എറിഞ്ഞിട്ടതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് 282 റൺസ്. പതിവ് പോലെ ദക്ഷിണാഫ്രിക്ക പടിക്കൽ കലപടക്കുമെന്നായിരുന്നു പ്രവചനങ്ങളെല്ലാം. പക്ഷേ ഏഡൻ മാക്രം തൻ്റെ ക്ലാസ് ഏറ്റവും പെർഫെക്റ്റ് സമയത്ത് പുറത്തെടുത്തു. ഒറ്റക്കാലിൽ വേച്ച് ഓടേണ്ടി വന്നിട്ടും തളരാതെ ചേർത്ത് നിന്ന ടെംബ ബൗമ ഹീറോയായി മാറി. ഒടുവിൽ ലോർഡ്സിലെ പുൽമൈതാനങ്ങളെപ്പോലും കോരിത്തെറിപ്പിച്ച് ദക്ഷിണാഫ്രിക്ക കിരീടം ഏറ്റുവാങ്ങി. 1998 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമുള്ള ആദ്യ ICC കിരീടം. വിജയത്തോടെ ടെംബ ബൗമ ക്രിക്കറ്റ് ലോകത്തൊന്നാകെ ഹീറോയായി മാറി. RCBക്ക് പിന്നാലെ ദക്ഷിണാഫ്രിക്കയും. 2025 അതിശയ വർഷം തന്നെയെന്ന് ക്രിക്കറ്റ് ആരാധകരും ഏറ്റുപാടി തുടങ്ങി. പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ അതിമനോഹരമായ 25 ദിവസങ്ങൾ ഇംഗ്ലണ്ടിൽ തുടങ്ങുകയാണ്. പട്ടോഡി ട്രോഫിയിൽ നിന്നും ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ എന്നതിലേക്ക് പേരുമാറ്റിയ ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര. കോഹ്ലിയും രോഹിതും അശ്വിനുമില്ലാത്ത ആദ്യ പരമ്പര. ശുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റനും ഒരുപിടി യുവതാരങ്ങളും ചേർന്ന സംഘം ഇംഗ്ലീഷ് മണ്ണിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു ചോദ്യം. ഹീത്രോ എയർപോർട്ടിൽ വിമാനമിറങ്ങി ഇന്ത്യൻ സംഘത്തെ വരവേൽക്കാൻ കാര്യമായി ആരാധകർ പോലും എത്തിയില്ല. പക്ഷേ കളി തുടങ്ങിയതോടെ കഥയെല്ലാം മാറി. ടെസ്റ്റ് ക്രിക്കറ്റ് അതിൻ്റെ പീക്കിലേക്ക് ഉയർന്ന 25 സുന്ദര ദിവസങ്ങൾ. ഒന്നരക്കാലിൽ എണീറ്റു വന്ന പന്തും ഒടിഞ്ഞ കൈയുമായി വന്ന ബോക്സും ഈ പരമ്പരയുടെ വീര്യത്തിന് സാക്ഷിയായി. പുല്ലിനും പിച്ചിനും പന്തിനും ഒരുപോലെ തീപിടിച്ച ദിവസങ്ങൾ ക്രിക്കറ്റ് ആരാധകർക്ക് നൽകിയത് പീക്ക് സാറ്റിസ്ഫാക്ഷൻ. ഹെഡിംഗ്ലിയിൽ തോറ്റു തുടങ്ങിയ ഇന്ത്യ എഡ്ജ് ബാസ്റ്റണിൽ തിരിച്ചടിച്ചു. ലോർഡ്സിലെ 3-ാം ടെസ്റ്റിൽ അവസാനം വരെ പൊരുതി തോറ്റ ഇന്ത്യ ഓൾഡ് ട്രാഫോർഡിലെ 4-ാം ടെസ്റ്റിൽ സമനില പൊരുതി നേടി. അതോടെ 5-ാം ടെസ്റ്റ് ആവേശ പരകോടിയിലേക്ക്. ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടിയ അഡ്രിനാലിനെ തിളപ്പിച്ചൊരു ടെസ്റ്റ് മാച്ച് ക്ലാസിക്. സ്റ്റേഡിയത്തെയും ക്രിക്കറ്റ് ലോകത്തെയും മുൾമുനയിൽ നിർത്തിയ മണിക്കൂറിന് ശേഷം മുഹമ്മദ് സിറാജിന്റെ ലക്ഷണമൊത്ത യോർക്കർ അറ്റ്കിൻസണിന്റെ സ്റ്റെമ്പിലെടുക്കുമ്പോൾ ഇന്ത്യ ഒന്നാകെ ആഘോഷിച്ചു. മുഹമ്മദ് സിറാജ് ഈ രാജ്യത്തിന്റെ ഹീറോയായി മാറി. പൊരുതി നേടിയ വിജയവും തകർപ്പൻ ബാറ്റിംഗുമായി ഗിൽ ഒരു സൂപ്പർ സ്റ്റാർ പട്ടത്തിലേക്ക് ഉയർന്നു. ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ജഡേജ കാവലായി. വാഷിംഗ്ടൺ സുന്ദർ, ആകാശ് ദീപ് എന്നിങ്ങനെ പലരും വന്ന് മാസ് ഇൻട്രോകൾ നടത്തി. അടുത്ത കാലത്തൊന്നും ലഭിക്കാത്ത ആവേശമാണ് ഈ പരമ്പര ആരാധകർക്ക് നൽകിയത്. അടുത്ത അംഗം ഏഷ്യാകപ്പിലായിരുന്നു. ടീം പ്രഖ്യാപനം മുതൽ വിവാദങ്ങളും തുടങ്ങി. ഒരു വർഷത്തോളമായി ടീമിലില്ലാത്ത ഗില്ലിനെ തിരിച്ചു വിളിച്ചതും സഞ്ജു സാംസൺ ഓപ്പണിംഗ് റോൾ നഷ്ടപ്പെട്ടതും വലിയ വാർത്തയായി. ഏഷ്യാകപ്പിൽ തൻ്റെ റോൾ എന്താണെന്ന് അറിയാതെ നിസ്സഹായനായി ബെഞ്ചിലിരുന്ന സഞ്ജുവിൻ്റെ ചിത്രം പ്രതിഷേധങ്ങളുണ്ടാക്കി. പക്ഷേ കളത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പാകിസ്ഥാനെ ഓരോ ആഴ്ചയും ഒന്നുവിധം തോൽപ്പിച്ചു വിട്ടു. ഇന്ത്യക്കത്ത് ഒരു എതിരാളിയുമില്ലാത്ത ടൂർണമെന്റായി ഏഷ്യാകപ്പ് വിലയിരുത്തപ്പെട്ടു. ഫൈനലിൽ പക്ഷേ പാകിസ്ഥാൻ അപ്രതീക്ഷിതമായി പോരാടി. എങ്കിലും തിലക് ഠാക്കൂർ വർമ്മ എന്ന ഹൈദരാബാദുകാരൻ ഒറ്റക്കതിനെ നേരിട്ടു. ഒടുവിൽ ഇഞ്ചോടിഞ്ചു പോരിൽ ഇന്ത്യക്ക് അഭിമാന ജയം. കളിയുടെ ഭംഗിയേക്കാളേറെ രാഷ്ട്രീയം കൊണ്ടാണ് ടൂർണമെന്റ് വാർത്തകളിൽ നിറഞ്ഞത്. ഇന്ത്യ കൈകൊടുക്കാത്തതും ഹാരിസ് റൌഫ് വിമാനം പറത്തുന്നത് അയങ്ങം കാണിച്ചതും വലിയ രാഷ്ട്രീയ കോലാഹലമുണ്ടാക്കി. കപ്പുമായി ഏഷ്യൻ ക്രിക്കറ്റ് ചെയർമാൻ മൊഹസിൻ നഖ്വി സ്ഥലം കാലിയാക്കിയതും ഇന്ത്യ കപ്പില്ലാതെ ആഘോഷം നടത്തിയതും കൗതുകമായി. വിമാനം പറത്തി ഹാരിസ് റൌഫ് ചെണ്ട കണക്കെ തല്ലേറ്റുവാങ്ങി ട്രോൾ മെറ്റീരിയലായതും ആരും മറക്കാനിടയില്ല. പിന്നാലെ വീണ്ടും വിവാദങ്ങൾ. ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുമ്പായി രോഹിത് ശർമ്മയെ ഏകദിന ക്യാപ്റ്റൻസിൽ നിന്നിറക്കി ശുഭ്മാൻ ഗില്ലിനെ പ്രതിഷ്ഠിച്ചു. ഹർഷിത് റാണ 3 ഫോർമാറ്റ് പ്ലെയർ ആയതും ശ്രേയസിനെയും ഷമിയെയും പരിഗണിക്കാത്തതും അഗാർക്കറുടെ സ്റ്റേറ്റ്മെന്റുകളുമെല്ലാം വിവാദമുണ്ടാക്കി. ഗില്ലിന്റെ ക്യാപ്റ്റൻസിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ആദ്യ 2 മത്സരങ്ങളും ഇന്ത്യ തോറ്റു. പക്ഷേ സിഡ്നിയിൽ കോഹ്ലിയും രോഹിതും ഒരുമിച്ച് ഇന്ത്യയെ വിജയതീരമണച്ചത് ആരാധകർ മതിമറന്ന് ആഘോഷിച്ചു. ഫിറ്റ്നസിലടക്കം വലിയ മാറ്റം വരുത്തിയ രോഹിത് തനിക്കിനിയും ബാല്യമുണ്ടെന്നാണ് തെളിയിച്ചത്. ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തേക്കും കയറി. പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും ഇരുവരും ഫോം തുറന്നു. ബാക്ക് ടു ബാക്ക് സെഞ്ചുറികളുമായി കോഹ്ലി തനിക്ക് വട്ടം വെക്കാൻ പോന്ന ആരുമില്ലെന്ന് തെളിയിച്ചു. അതിനിടയിൽ കോഹ്ലിയും ഗംഭീറും തമ്മിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകളും പരന്നു. ദക്ഷിണാഫ്രിക്കയുടെ നാട്ടിൽ 2 ടെസ്റ്റുകളും തോൽക്കേണ്ടി വന്നത് ഗംഭീറിന് കോച്ചെന്ന നിലയിൽ വലിയ നാണക്കേടുണ്ടാക്കി. ക്രിക്കറ്റ് ലോകത്ത് വേറെയും വാർത്തകളുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2020 300 റൺസ് പിന്നിട്ടത് വലിയ കൗതുകമായി. മിച്ചൽ സ്റ്റാർക്കിന്റെ തീക്കാറ്റിൽ വിൻഡീസ് വെറും 27 റൺസിന് പുറത്താകുന്നതും കണ്ടു. ബാസ്മോളുമായി വന്ന ഇംഗ്ലണ്ടിനെ ആദ്യ 3 ടെസ്റ്റുകളിലും ഓസീസ് തരിപ്പണമാക്കിയതാണ് മറ്റൊരു പ്രധാന വാർത്ത. അതിനിടയിൽ ഇന്റർനെറ്റിനെ പിടിച്ചുകുലുക്കിയ വലിയൊരു സംഭവം കൂടിയുണ്ടായി. മാസങ്ങൾക്ക് നീണ്ട അനിശ്ചിതത്തിന് ശേഷം സഞ്ജു സാംസൺ CSK കുപ്പായമിടുമെന്ന് ഉറപ്പിച്ചു. IPL ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ്. രാജസ്ഥാൻ ചെന്നൈ ഡീലും രവീന്ദ്ര ജഡേജയുടെ കൈമാറ്റവുമെല്ലാം ദിവസങ്ങളോളം വാർത്തകളുണ്ടാക്കി. പിന്നാലെ നടന്ന IPL ലേലത്തിൽ 25 കോടിയിലേറെ നേടി കാമറൂൺ ഗ്രീൻ റെക്കോർഡിടുന്നതും നാം കണ്ടു. പക്ഷേ ഈ വർഷം ഇതിനേക്കാളെല്ലാം ഈ രാജ്യം ആഘോഷിച്ചത് മറ്റൊന്നാണ്.
പതറാത്ത പോരാട്ടവീര്യവുമായി ഇന്ത്യൻ പെൺപുലികൾ ഈ രാജ്യത്തെ ഒന്നാകെ ഇളക്കിമറിച്ച ദിവസങ്ങൾ. സച്ചിന്റെയും കോഹ്ലിയുടെയും ധോണിയുടെയും ചിത്രങ്ങൾ ഒട്ടിച്ച ചുമരുകളിൽ ഹർമൻപ്രീത് കൗറും സ്മൃതി മന്ദാനയും ജമീമ റോഡ്രിഗസും ഇടം പിടിച്ചു. ഡ്രാമ, ഇമോഷൻ, റിവെഞ്ച്, കംബാക്ക്, ഹീറോയിസം എന്നിങ്ങനെ ഒരു സിനിമയ്ക്കുള്ള എല്ലാ എലമെന്റുകളും ഈ മഹാവിജയത്തിലുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനോടും ദക്ഷിണാഫ്രിക്കയോടും ഓസീസിനോടും തോറ്റ ഇന്ത്യ സെമി പോലും കാണില്ലെന്നുറപ്പിച്ച നേരങ്ങൾ. പക്ഷേ അവിടെ വെച്ച് സിനിമകളെ വെല്ലുന്ന കംബാക്ക് നടക്കുകയാണ്. ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ സെമിയിലേക്ക്. അവിടെ മുന്നിലുള്ളത് മൈറ്റി ഓസീസ്. 15 തുടർ വിജയങ്ങളുമായി വരുന്ന ഓസീസിനെ സെമിയിൽ മറിച്ചിടുമെന്ന് ആരും നനച്ചതേയില്ല. ആദ്യം ബാറ്റ് ചെയ്ത കങ്കാരുപ്പട 338 റൺസ് കൂടി കുറച്ചതോടെ അപ്രതീക്ഷിതമായി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ആരാധകർ കരുതി. പക്ഷേ 59-2 എന്ന നിലയിൽ ഓപ്പണർമാർ മടങ്ങിയ മത്സരത്തിൽ ഇന്ത്യ ഒരു കംബാക്ക് നടത്തുകയാണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് ആൻഡ് ജമീമ റോഡ്രിഗസ് ഇൻ മിഷൻ. ഒടുക്കം ദീപ്തിയെയും റിച്ച ഘോഷിനെയും കൊട്ടുപിടിച്ച് ജമീമ റോഡ്രിഗസ് ആ രാത്രിയിലെ താരമായി. അതോടെ ക്രിക്കറ്റ് മറ്റെല്ലാത്തിനും മുകളിലായി കാണുന്ന ഈ രാജ്യത്തിൻ്റെ എല്ലാ കണ്ണുകളും അവരിലേക്ക് നീണ്ടു. തെരുവുകളും ഫ്ളാറ്റുകളും ഒരുപോലെ ടിവിക്ക് മുന്നിലിരുന്നു. ഡിവൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ നീണ്ട വരികളും ട്രാഫിക് ബ്ലോക്കും ഉണ്ടായി. ഒടുവിൽ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷകളെ തകർത്ത് ഇന്ത്യൻ പട കിരീടം സ്വന്തമാക്കി. 2026 തുടക്കവും സമൃദ്ധമാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന T20 പരമ്പരകളും പിന്നാലെ 2020 ലോകകപ്പും വരാനിരിക്കുന്നു. ശേഷം IPL തുടക്കമാകും. പുതിയ ഓർമ്മകൾക്കായി കാത്തിരിക്കാം.